വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് കർക്കടകം തിമിർത്തു പെയ്യുകയാണ്. ഇന്നും ശക്തമായ മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. മഴയ്ക്കൊപ്പം മണിക്കൂറിൽ പരമാവധി 50 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ്, കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് എന്നിവർ ചേരുന്നുണ്ട്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, സംസ്ഥാനത്തെ നിലവിൽ മഴ സാഹചര്യം എങ്ങനെയാണ്? എന്തൊക്കെയാണ് മുന്നറിയിപ്പുകൾ? പ്രതീഷ്, വരും മണിക്കൂറുകളിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും മഴ കൂടുതൽ ശക്തമാകുന്നത്. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന യെല്ലോ അലർട്ട്. ഇതിനൊപ്പം തന്നെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴയാണ് ഉണ്ടാകുന്നത്. ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മഴക്കെടുതികൾ രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ഈ തീരമേഖലകളിലുള്ളവരും മലയോര മേഖലകളിലുള്ളവരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് രാവിലെ പുലർച്ചെ മഴയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. ഈ തീരമേഖലകളിൽ താമസിക്കുന്നവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. കാരണം ഉയർന്ന കാറ്റിനും ശക്തമായ തിരമാലകൾക്കും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം 3.8 മീറ്റർ ഉയരത്തിൽ വരെ ശക്തമായ തിരമാലകൾക്കും സാധ്യതയുള്ളതുകൊണ്ട് ഈ മത്സ്യബന്ധനത്തിന് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബീച്ചുകളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്നലെ സംസ്ഥാനത്തിന്റെ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടവും പുറപ്പെടുവിച്ചിട്ടുള്ളത്. എന്തായാലും വരുന്ന 2 ദിവസം കൂടി ശക്തമായ മഴ തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ശരി, MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇനി കൊച്ചിയിലേക്കാണ് വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട്. അവിടെ നിന്ന് വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഇന്നലെ നിർത്താതെ പെയ്ത മഴയായിരുന്നു. എറണാകുളം ജില്ലയിൽ എല്ലായിടത്തും ശക്തമായ കാറ്റിൽ പലയിടങ്ങളിലും മരം വീണ കാഴ്ചകളും നമ്മൾ കണ്ടു. മഴക്കെടുതികളുടെ വിവരങ്ങൾ ഇന്ന് ഈ പ്രഭാതത്തിൽ മഴയുണ്ടോ? സ്മിത, ഗുഡ് മോർണിംഗ്. ഇന്നലെ വലിയ പ്രതിസന്ധിയായിരുന്നു എറണാകുളത്തിന്റെ നഗരമേഖലയിലും അതോടൊപ്പം മലയോര മേഖലയിലും തീരദേശ മേഖലയിലും. പക്ഷേ ഇന്ന് രാവിലെ മൂടിക്കെറ്റിയ അന്തരീക്ഷമുണ്ടെങ്കിലും മഴ കാര്യമായി പെയ്യുന്നില്ല. കാറ്റും കുറവാണ്. അതൊരു ആശ്വാസ സൂചനയാണ്. യെല്ലോ അലർട്ടാണ് ഇന്ന് ജില്ലയിൽ ഉള്ളത്. അപ്പോഴും ജാഗ്രത കൈവിടരുത് എന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. മലയോര മേഖലകളിലാകട്ടെ ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് രാത്രികാല യാത്ര ഇന്നലെ തന്നെ കളക്ടർ നിരോധിച്ചിരുന്നു. നഗരമേഖലയിലേക്ക് വന്നാൽ രാവിലെ മഴയുണ്ടാകുന്ന പശ്ചാത്തലത്തിൽ വെള്ളക്കെട്ട് പലയിടങ്ങളിൽ രൂപപ്പെടുന്നു. പക്ഷേ അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം ഇറങ്ങിപ്പോകുന്നത് കൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. പക്ഷേ ഒരു ചെറിയ പ്രതിസന്ധി ഉള്ളത് ഈ റോഡുകളിലെമ്പാടും കുഴികളുണ്ട്. ആ കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുകയും അതുവഴി ബൈക്ക് യാത്രികർ പോകുമ്പോൾ അവർ അപകടത്തിൽപ്പെടുന്ന ഒരു കാഴ്ച ഇവിടെ നിരന്തരമായി എറണാകുളത്തിന്റെ വിവിധ റോഡുകളിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അത്തരം യാത്രക്കാർ സൂക്ഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി മുന്നോട്ട് വെക്കാനുണ്ട്. ഒപ്പം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്ന ഒരു പ്രവണതയും വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളടക്കം വെള്ളക്കെട്ടിൽ ഇറങ്ങി കളിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ ഒരു നിയന്ത്രണം കൂടി വേണമെന്ന് ജില്ലാ ഭരണകൂടം ഒരു ആവശ്യമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏറ്റവും ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയുള്ള മേഖല തീരദേശം തന്നെയാണ്. അത് കണ്ണമാലിയും എടവനക്കാടുമാണ്. ഈ 2 ദിവസത്തെ മഴയിൽ കടലുകയറ്റത്തെ തുടർന്ന് വല്ലാതെ വലഞ്ഞിരിക്കുന്നത്. അവിടെ വീടുകളിലേക്കടക്കം ഇന്നലെ വെള്ളം കയറിയിരുന്നു. പറവൂരിൽ ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഫോർട്ട് കൊച്ചിയിലും ഒരു ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തെ മഴയുമായി ബന്ധപ്പെട്ട് 19 വീടുകൾക്കാണ് എറണാകുളം ജില്ലയിൽ മാത്രം കേടുപാടുകൾ സംഭവിച്ചത്. മെയ് 24 മുതൽ ഈ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക്
നോക്കിയാൽ അത് 336 എന്നാണ് വീടുകളുടെ കണക്ക് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്ന നാശനഷ്ടങ്ങളിൽ. അങ്ങനെ വലിയ പ്രതിസന്ധി കഴിഞ്ഞ കുറച്ച് നാളുകളായി മഴയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ പ്രധാനമായും വെല്ലുവിളി നേടുന്നത് തീരദേശ മേഖലയാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ക്യാമ്പ് തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ തീരദേശ മേഖലയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ ആളുകളൊന്നും ക്യാമ്പിലേക്ക് പോകാൻ അങ്ങനെ കൂട്ടാക്കാത്ത ഒരു സാഹചര്യം കൂടി ഇപ്പോൾ കണ്ടമാലി പോലുള്ള പ്രദേശങ്ങളുണ്ട്. എന്തിനാണ് എല്ലാ തവണയും ക്യാമ്പിലേക്ക് പോണത് എന്നത് ഒരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. എല്ലാ തവണയും ഓരോ വാഗ്ദാനങ്ങൾ നൽകി അവരെ ക്യാമ്പിലേക്ക് വിടുകയും പക്ഷേ ആ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഒരു പ്രതിഷേധം കൂടിയാണ് അത്. എന്നിരുന്നാൽ പോലും നിലവിൽ അവിടെ ജാഗ്രതാ നിർദ്ദേശത്തിൻ്റെ ഭാഗമായി ക്യാമ്പുകൾ തുറക്കാനുള്ള നിർദ്ദേശങ്ങൾ തദ്ദേശ വകുപ്പിനൊക്കെ നൽകിയിട്ടുണ്ട്. നഗരമേഖലയിലും ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകൾ അങ്ങനെ കാര്യമായി രൂപപ്പെടാത്തതാണ് ഒരു ആശ്വാസം. എന്തായാലും കൃത്യമായ ജാഗ്രതാ നടപടികളൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പകർച്ചവ്യാധിയാണ് എറണാകുളം ജില്ലയിൽ ഒരു ചെറിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. ഏകദേശം കഴിഞ്ഞ 5 ദിവസത്തിനിടയിൽ 2700-ലധികം പേർക്കാണ് പനി ബാധിച്ചത്. അതിൽ 28ഓളം പേർക്ക് ഈ വെള്ളക്കെട്ടിന് പിന്നാലെ തന്നെ ഡെങ്കിപ്പനി സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വീടും പരിസരമൊക്കെ ശുചിത്വപരമായി സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടി ആളുകളുടെ ഭാഗത്തുണ്ടാകണം എന്നുകൂടി തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. സ്മിത. വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശക്തമായ കാറ്റും മഴയും ഉണ്ടായിരുന്നു വടക്കൻ ജില്ലകളിൽ. ഇന്ന് എന്താണ് സാഹചര്യം നിഖിൽ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, സ്മിത. ഇന്ന് കോഴിക്കോട്ടെ സാഹചര്യം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം കക്കൻ ഡാമിലടക്കം റെഡ് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ കാര്യമായ മഴ ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോഴാണ് മഴ ഏതാണ്ട് പെയ്തു തുടങ്ങുന്നത്. ഇപ്പോൾ നന്നായി തന്നെ മഴ പെയ്യുന്നുണ്ട് നഗരത്തിൽ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവിധ ഗ്രാമപ്രദേശങ്ങളിലേക്കടക്കം റൂറൽ മേഖലയിലേക്കും മലയോര മേഖലകളിലേക്കും ഒക്കെ കടന്നു ചെല്ലുമ്പോൾ നഗരത്തിലേതിന് സമാനമായ തരത്തിൽ രാത്രിയിൽ മഴ കുറവുണ്ടായിരുന്നു. എന്നാൽ രാവിലെ ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്നലെ താമരശ്ശേരി മേഖലയിലടക്കം അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉണ്ടായിരുന്നു. കട്ടിപ്പാറ മേഖലയിലടക്കം മലയിടിച്ചിൽ ഭീഷണി അടക്കം ഉണ്ടാവുകയും ഏതാണ്ട് 17ഓളം കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏറ്റവും കൂടുതൽ ആശങ്ക തീരദേശ മേഖലകളിലാണ്. ഗോദീശ്വരം അടക്കമുള്ള തീരദേശ മേഖലകളിൽ നമ്മൾ ഇന്നലെ സന്ദർശിച്ചതാണ്. അവിടെ വലിയ രീതിയിലുള്ള കടൽക്ഷോഭം ഉണ്ടാവുകയും വീടുകളിലേക്കൊക്കെ ഈ വെള്ളം ഇരച്ചെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ള കനത്ത മഴ ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മലപ്പുറത്ത് മഴയുടെ സാഹചര്യത്തിന് ഇന്നലത്തേതിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ കാര്യമായ കുറവുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ വയനാട് ഇന്നലെ നമുക്കറിയാം വലിയ രീതിയിൽ അവിടെ ഒരു ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മക്കിമലയിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നുള്ള ആശങ്കയെ തുടർന്ന് ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ജനവാസ മേഖലകളിലേക്ക് വെള്ളം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പുഴയുടെ തീരത്തുള്ളവരെ മാറ്റി പാർപ്പിക്കാൻ ഇന്നലെ തന്നെ നീക്കം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ വൈകിട്ട് മുതലാണ് ഈ പുഴയിൽ ഒരു കുത്തൊഴുക്ക് കാര്യമായി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ കണ്ണൂർ ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഈ വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതിനെ തുടർന്ന് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്നുള്ളതാണ് കരുതിയിരുന്നത്. അവിടുത്തെ പുനരധിവാസ മേഖലയിലെ 13, 11 ബ്ലോക്കുകളിലാണ് ഇന്നലെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അവിടെയുള്ള ആളുകളെല്ലാം തന്നെ മാറ്റി പാർപ്പിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഈ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ ഇന്ന് കൂടുതൽ ഉയർത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ബാവലി ആറളം പുഴകളിലും ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നുണ്ട്. മറ്റ് ജില്ലകളിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പാലക്കാട് അടക്കം മഴയ്ക്ക് നേരിയ കുറവുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. പക്ഷേ രാവിലെ മുതൽ ഇങ്ങനെ പെയ്തു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രത വേണമെന്നുള്ള നിർദ്ദേശങ്ങൾ അതായത് ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ പല പ്രേക്ഷകരും പല ജില്ലകളിലും നല്ല ശക്തമായ മഴയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്ന് ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. അപ്പോൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ, കനത്ത കാറ്റുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക. ഇപ്പോൾ ആശങ്കയിലാണ് എറണാകുളത്തെ തീരദേശ മേഖല. കണ്ടമാലിയിലും എടവനക്കാടും കടൽക്കയറ്റം രൂക്ഷമാണ്. ഇന്നും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആകെ ഒരു പ്രശ്നത്തിനാണ് ഇപ്പോൾ. നേരത്തെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് നിറച്ച് വെള്ളം വെറുതെ തിര ഇങ്ങോട്ട് പോരുകയാണ്. വെറുതെ അടിച്ചടിച്ച് കഴുകലാണ് ജോലി. ചെളിയും അഴുക്കും എന്തെല്ലാം അഴുക്കുകളാണ് കയറുന്നത്. ഓരോ മാസവും ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണ്ണമാലിയിലെ തീരദേശവാസികൾക്കുണ്ടാകുന്നത്. അത് പരിഹരിച്ചു വരുമ്പോഴേക്കും കടൽ വീണ്ടും എത്തി അടുത്ത നാശം വിതയ്ക്കും. ഈ വീട്ടിൽ 5 കുട്ടികളുണ്ട്. ഒരു കൊച്ചാണെങ്കിൽ ഹാർട്ടിൻ്റെ സർജറി നിശ്ചയിച്ചതാണ്. കഴിഞ്ഞ കടലേറ്റം വെള്ളം വന്നതുകൊണ്ട് 1-ാം തീയതി നിശ്ചയിച്ച സർജറി മാറ്റി. രണ്ടാമത്
ഇപ്പം സർജറി നിശ്ചയിച്ചേക്കണ ഈ സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അവസ്ഥ. വീടിനുള്ളിൽ കടലുവെള്ളം കയറാതിരിക്കാൻ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കുകയാണ് ഈ ജനത. എന്നിട്ടും ഫലം കാണുന്നില്ല. 2021 മുതലാണ് ഈ കണ്ണമാലി അതോടൊപ്പം തന്നെ ചെറിയ കടവ് വാട്ടർ ടാങ്ക് മേഖലകളിൽ ഇത്രയും കടലുകയറ്റം രൂക്ഷമായത്. അതിന് പിന്നാലെ ഈ പ്രദേശത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ വീടിൻ്റെ പ്രധാനപ്പെട്ട വാതിലിന് അവിടെ ഇത്തരത്തിൽ ഉയരത്തിൽ ഒരു സ്ലാബ് പോലെ ഉയർത്തി കെട്ടിയാണ് അവർ താമസിക്കുന്നത്. പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അവർക്ക് പുറത്തേക്കും അകത്തേക്കും ഒക്കെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കെട്ടുണ്ടായാൽ. പക്ഷേ അവർക്ക് കിടന്നുറങ്ങണമെങ്കിൽ ഈ കെട്ടെങ്കിലും വേണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അകത്തേക്ക് അടക്കം വെള്ളം കയറും. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വീടിൻ്റെ ഒത്ത വാതിക്കയിലാണ് ഇത് കെട്ടി അടച്ചു വെച്ചിരിക്കുന്നത്. അത് തന്നെ സൂചിപ്പിക്കുന്നത് എത്ര ദുരിതത്തിലാണ് ഇവർ ജീവിക്കുന്നതെന്നാണ്. കണ്ണമാലിയിൽ ചെല്ലാനം മോഡൽ ടെട്രോപോഡ് വിരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിലും അതുവരെ ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് ഇവരുടെ ചോദ്യം. നമുക്ക് ഇത് കിട്ടിയാൽ മാത്രമല്ലേ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഉള്ള ഒരു തീരുമാനം ഇപ്പോൾ ആയിട്ടില്ല. വന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ പരിഗണിക്കണില്ല. ഞങ്ങളൊക്കെ എല്ലാം വെള്ളം കയറി മുങ്ങിക്കിടക്കണേ. അടിയന്തരമായി ജിയോ ബാഗുകൾ കടലു കയറുന്ന മേഖലകളിൽ നിക്ഷേപിക്കണം. ഒപ്പം ടെട്രോപോഡ് വിരിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കണം. എന്നാൽ മാത്രമേ കണ്ണമാലിക്കാരുടെ ദുരിതത്തിന് താൽക്കാലിക പരിഹാരമാകൂ. 24 കൊച്ചി. ഇപ്പോൾ മഴയുമായി ബന്ധപ്പെട്ടൊരു അറിയിപ്പ് അത് വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. സുർജിത്ത് അറിയിക്കുന്നുണ്ട്. ബാണാസുര സാഗർ ഡാമിലെ ഷട്ടർ അത് 75 സെന്റിമീറ്ററായി ഉയർത്തും എന്ന് അറിയിക്കുന്നുണ്ട്. അവിടെ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ കനത്ത മഴയാണ്. മറ്റൊരു കാര്യം, ജില്ലയിൽ അതായത് വയനാട്ടിൽ സ്പെഷ്യൽ ക്ലാസ് ട്യൂഷൻ സെന്ററുകൾക്കൊക്കെ ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതപഠന ക്ലാസുകൾ ഉൾപ്പെടെ ഈ അവധി ബാധകമാണ് മതപഠന ക്ലാസുകൾക്ക് ഉൾപ്പെടെ എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്ത വിവരം നൽകുന്നുണ്ട്. വിവാദ ഫോൺ സംഭാഷണത്തിൽ കുരുങ്ങി പാലോട് രവി രാജിവെച്ചതിന് പിന്നാലെ തിരുവനന്തപുരം ജില്ലയിൽ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കാൻ കോൺഗ്രസിന്റെ തീരുമാനം. 1 മാസത്തിനുള്ളിൽ പുനഃസംഘടന വരുമ്പോൾ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കും. അതുവരെ ജില്ലയിൽ കോൺഗ്രസിനെ നയിക്കാൻ താൽക്കാലിക അധ്യക്ഷനെ തെരഞ്ഞെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷാണ് ഇപ്പോൾ ചേരുന്നത്. പ്രതീഷ്, ആർക്കാണ് കൂടുതൽ സാധ്യത? പ്രതീഷ്, ഉന്മേഷ, തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം കോൺഗ്രസിന് ആകെ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. പാലോട് രവി രാജിവെച്ചതോടുകൂടി തന്നെ ഇനി പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം. പക്ഷേ ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി തന്നെ പുനഃസംഘടന നടക്കാനിരിക്കെ താൽക്കാലിക അധ്യക്ഷനെ നിയമിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. M. വിൻസെന്റിന്റെ പേരാണ് പ്രധാനമായും തിരുവനന്തപുരം ജില്ലയിൽ ഉയർന്നു കേൾക്കുന്നത്. ഇതിന് പുറമെ മണക്കാട് സുരേഷ്, ചെമ്പഴന്തി അനിൽ എന്നീ പേരുകൾ ഉൾപ്പെടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വം ഉടൻ തന്നെ തീരുമാനം എടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഈ പാലോട് രവിയുടെ രാജി ചോദിച്ചു വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൽ തന്നെ ചില 2 അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. കാരണം ഈ നടപടി ആദ്യം തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചത് പാർട്ടിക്ക് ഗുണമായി എന്നതാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത്. പക്ഷേ സതുദ്ദേശപരമായി പാർട്ടിയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ പാലോട് രവി ചൂണ്ടിക്കാണിച്ചതാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് രാജി ചോദിച്ചു വാങ്ങിച്ചത് ശരിയായില്ല എന്നുള്ള ഒരു വാദം ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. എന്തായാലും പാലോട് രവിയുടെ രാജിയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് പുതിയ അധ്യക്ഷനെത്തും. താൽക്കാലിക അധ്യക്ഷനെ ആദ്യം നിയമിച്ച് പിന്നീട് പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഉന്മേഷ്, MG പ്രതീഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്ത് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ് അറസ്റ്റിലായത്. ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, ഇതിങ്ങനെ സംഭവിക്കാനുള്ള ഒരു കാരണം, ഗാർഹിക ജോലികൾക്കായാണ് ഈ പെൺകുട്ടികളെ അവിടെ എത്തിച്ചത്. അവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനെത്തിയതാണ് സിസ്റ്റർമാർ എന്നാണ് അറിയുന്ന വിവരം. എന്തുകൊണ്ടാണ് ഇത് അറസ്റ്റിലേക്കൊക്കെ പോയത്? ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനം എന്താണ്? വെരി ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. ഇത് സംഭവിച്ചിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ്. ഈ പെൺകുട്ടികൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയായിരുന്നു സിസ്റ്റർമാരെ. അതിനിടെ TTE എത്തി ഇവരുടെ ടിക്കറ്റ് പരിശോധിക്കുകയായിരുന്നു. എന്നാൽ ഇവരുടെ കൈവശം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. തുടർന്ന് ഇവരോട് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ തങ്ങളെ കൂട്ടാനായി സിസ്റ്റർമാർ എത്തുന്നുണ്ട് എന്ന് അറിയിക്കുകയായിരുന്നു. എന്നാൽ അത് ഈ TTE വിശ്വാസത്തിലെടുത്തില്ല എന്നും ഈ TTE ആണ് പ്രാദേശിക ബജ്രംഗ് ദൾ പ്രവർത്തകരെ ഇവിടേക്ക് വിളിച്ചു
വിളിച്ചു വരുത്തിയത് എന്നുമാണ് ലഭ്യമാകുന്ന വിവരം. ഈ എത്തിയതിനെ തുടർന്ന് ബജ്രംഗ് പ്രവർത്തകർ ഇതിൽ മനുഷ്യക്കടത്തുണ്ട് എന്നും ഇവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കാൻ കൊണ്ടുപോവുകയാണ് എന്നും ആരോപിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഈ 3 കന്യാസ്ത്രീകളെയും തടഞ്ഞു വയ്ക്കുകയുമായിരുന്നു. ഇതിൽ ക്ഷമിക്കണം, 2 കന്യാസ്ത്രീകളും അവരോടൊപ്പം ഒരു സഹായിയുമാണ് ഉണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും മലയാളികളാണ്. കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകയിൽ നിന്നുള്ള സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, എളവൂർ ഇടവക സിസ്റ്റർ പ്രീതി മേരി എന്നിവരാണ്. ഇവരോടൊപ്പം ഒരു സഹായിയും ഉണ്ടായിരുന്നു. ഈ 3 പേരെയും ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ തടഞ്ഞു വയ്ക്കുകയും തുടർന്ന് ഇവർ ഈ കുട്ടികളുടെ 3 പെൺകുട്ടികളുടെയും സ്വന്തം സമ്മതപ്രകാരമാണ് വന്നത് എന്നും ഒരു ആശുപത്രിയിലെ ജോലിക്കാണ് ഇവർ വന്നത് എന്നും ഇവരുടെ മാതാപിതാക്കളിൽ നിന്നുള്ള ആധാർ കാർഡുകളും സമ്മതപത്രം അടക്കമുള്ള രേഖകൾ ഉണ്ടായിരുന്നു ഇവരുടെ കൈവശം. അത് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരെയും അവിടെ എത്തിയ റെയിൽവേ പോലീസിനെയും കാണിക്കുകയും ചെയ്തു. എന്നാൽ അത് വിശ്വാസത്തിലെടുക്കാൻ ഇവർ തയ്യാറായില്ല എന്നും തുടർന്ന് ഇവരെ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പമുണ്ടായിരുന്ന 3 പെൺകുട്ടികളെയും വനിതാ ക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ സിസ്റ്റർമാർ വിവിധ ആളുകളെ, നേതാക്കൾ അടക്കമുള്ളവരെ ഇതിനകം തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്. തുടർച്ചയായി തന്നെ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സ്വമേധയാ ജോലിക്ക് എത്തുന്നവരെ അടക്കം തടയുകയും ഇവരെ ജോലിക്കായി കൊണ്ടുപോകുന്നവർക്കെതിരെ കേസെടുക്കുകയും ചെയ്ത സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നു എന്നും വിഷയത്തിൽ ഇടപെട്ട് ഒരു ശാശ്വത പരിഹാരം വേണമെന്നുമുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സ്മിത, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. RSS ആഭിമുഖ്യമുള്ള ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യാസ് സംഘടിപ്പിക്കുന്ന ചിന്തൻ ബൈഠകും ജ്ഞാനസഭയും ഇന്ന് കൊച്ചിയിൽ. RSS മേധാവി മോഹൻ ഭാഗവത് 2 പരിപാടികളിലും പങ്കെടുക്കും. ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണത്തിന്റെ ഭാഗമായാണ് ജ്ഞാനസഭ സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, കാലിക്കറ്റ്, കുഫോസ്, കേരള സെൻട്രൽ എന്നീ യൂണിവേഴ്സിറ്റികളുടെ വിസിമാർ ജ്ഞാനസഭയ്ക്കെത്തും എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പങ്കെടുക്കും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ചേരുന്നത് വിവരങ്ങളുമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരിപാടിയുടെ സംഘടന, അതിന്റെ തിരക്കുകൾ നടക്കുന്നുണ്ട്, വിവാദവുമാകുന്നുണ്ട് വിസിമാർ പങ്കെടുക്കുന്നതിൽ. ഇന്നിപ്പോൾ എപ്പോഴാണ് ഈ പരിപാടികൾ തുടങ്ങുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? 2 ദിവസമായാണ് ജ്ഞാനസഭ കൊച്ചിയിൽ നടക്കുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വെച്ച് 2 ദിവസമായി പരിപാടി നടക്കുന്നു. മോഹൻ ഭാഗവത് ഇതിനോടകം തന്നെ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം 2 ദിവസമായി മറ്റു പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയാണ്. ഈ വിദ്യാഭ്യാസ സെമിനാറിന് മുന്നോടിയായാണ് ചിന്തൻ ബൈഠക് സംഘടിപ്പിച്ചത്. ആ നടപടികൾ പിറവത്ത്, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ പുരോഗമിക്കുകയാണ്. ഈ ജ്ഞാനസഭയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിലനിൽക്കുന്നത് സർവകലാശാലകളുടെ വിസിമാർ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇതിന്റെ സംഘാടകർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കണ്ണൂർ, കാലിക്കറ്റ് തുടങ്ങിയ സർവകലാശാലകളിൽ നിന്നുള്ള വിസിമാർ ഇതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കും എന്നറിയിച്ചത്. അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം SFIയുടെ ഭാഗത്ത് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ സാധാരണഗതിയിൽ കെട്ടുകേൾവിയില്ലാത്തതാണ് ഇത്തരത്തിൽ RSS പരിപാടിയിലൊക്കെ വിസിമാർ നേരിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളത്. എന്നാൽ ഇവിടെ അത്തരം നടപടികൾ അംഗീകരിക്കാനാകില്ല എന്ന് വിദ്യാർത്ഥി സംഘടനകൾ പറയുമ്പോഴും അവർ എത്തുമെന്ന് തന്നെയാണ് സംഘാടകർ ഈ ഘട്ടത്തിലും പറയുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 2020 അനുസൃതമായി കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തും എന്നുള്ളതാണ് സംഘാടകർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം ഈ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലുള്ള പ്രമുഖരൊക്കെ ഈ സഭയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉച്ചയോടുകൂടി എത്തും. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും എത്താനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിഷേധ സൂചകമായുള്ള നടപടികളൊന്നും ഇന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ മേഖലകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്മിത. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകി. കേരള സർവകലാശാലയിലെ അധികാര തർക്കം തുടരുന്നു. സിൻഡിക്കേറ്റ് യോഗം വിളിക്കാത്ത വൈസ് ചാൻസലർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് സിൻഡിക്കേറ്റിലെ ഇടത് അംഗങ്ങളുടെ തീരുമാനം. സർവകലാശാല ചട്ടം ലംഘിച്ച് VC പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. മെയ് 27-നാണ് പതിവ് സിൻഡിക്കേറ്റ് യോഗം ചേർന്നതെന്നാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ വാദം. ഈ സമയപരിധി അനുസരിച്ച് റെഗുലർ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനുള്ള തീയതി അവസാനിച്ചു. എന്നാൽ ജൂൺ 11-ന് ചേർന്ന യോഗം അടിസ്ഥാനപ്പെടുത്തി ഓഗസ്റ്റ് 2-ാം വാരത്തിനുള്ളിൽ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കാനാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിന്റെ നീക്കം. അതേസമയം രജിസ്ട്രാറുടെ ശമ്പളം തടയാൻ ഉത്തരവിട്ട VCയുടെ നടപടിയെ സിൻഡിക്കേറ്റിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് മറികടക്കാനുള്ള നീക്കവുമുണ്ട്.
സ്കൂൾ സുരക്ഷാ പരിശോധന കാര്യക്ഷമമാക്കാൻ പരിശോധനാ പട്ടിക പ്രസിദ്ധീകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, കാലപ്പഴക്കം, വാഹനങ്ങളുടെ ഫിറ്റ്നസ് തുടങ്ങി 50 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് പട്ടിക. ജൂലൈ 29 മുൻപായി വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ സന്ദർശനം നടത്തി സേഫ്റ്റി ഗ്യാപ്പ് റിപ്പോർട്ട് തയ്യാറാക്കണം. റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർമാർക്കും കോപ്പി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കും നൽകണം. അങ്ങനെയാണുള്ള നിർദ്ദേശം എത്തിയിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ ഒരു സേഫ്റ്റി സെൽ രൂപീകരിക്കും. നിലവിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജൂലൈ 31 ഉന്നതതല യോഗം ചേരും. ഓഗസ്റ്റ് 7 പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി, കളക്ടർമാർ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെയും യോഗം ചേരാനും തീരുമാനമുണ്ട്. കർണാടക ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി വിശദമായി പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. തലയോട്ടിയിലെ മണ്ണും അത് കുഴിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ധർമ്മസ്ഥലയിലെ മണ്ണും പരിശോധിക്കും. ഈ തലയോട്ടിയുടെ പരിശോധനാ ഫലം അനുസരിച്ച് കൂടിയാകും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ. നാളെയാകും ഈ പരിശോധന. ഇന്നലെ 8.5 മണിക്കൂറാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയെടുത്തത്. പ്രധാനമായും തലയോട്ടി സംബന്ധിച്ചായിരുന്നു കൂടുതൽ ചോദ്യങ്ങളും. ഇയാൾ തന്റെ രഹസ്യമൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് വിവരം. ഓരോ മൃതദേഹങ്ങളും ആര് കാണിച്ചു തന്നു, ഏത് വാഹനത്തിൽ കൊണ്ടുവന്നു എന്നതുൾപ്പെടെ അന്വേഷണ സംഘം ചോദ്യങ്ങൾ ചോദിച്ചു. വീണ്ടും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും. സുരക്ഷാ കണക്കിലെടുത്ത് മംഗളൂരുവിൽ തന്നെയാകും ചോദ്യം ചെയ്യൽ. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ഉണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത കോട്ടയത്താണ്. കനത്ത മഴയിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. കോട്ടയം കുറിച്ചിയിലാണ് ഈ സംഭവം. ശോഭ ഷാജിയുടെ വീടാണ് ഇന്നലെ രാത്രി കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് എന്നാണ് ഇപ്പോൾ ടോബി ജോൺസൺ അറിയിക്കുന്നത് കോട്ടയത്ത് നിന്ന്. കൂടുതൽ മഴ വാർത്തകളിലേക്ക് നമുക്ക് എത്താം. ഇപ്പോൾ വേറൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധത്തിന്റെ കരുത്ത് പകർന്ന് 24 കണക്ട് തൃശൂർ മാപ്രാണം ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു. 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രതിരോധവും ആത്മധൈര്യവും പകരുന്നതായിരുന്നു വനിതകൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം. ഏറ്റവും ആവശ്യമാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്കൊരു സെൽഫ് ഡിഫെൻസ് ഉണ്ടാകുക എന്നുള്ളത്. എവിടെ ചെന്നാലും പലപ്പോഴും പല സാഹചര്യങ്ങളിലും നമ്മളൊക്കെ അവമതിക്കപ്പെടുന്നു, അതുപോലെ തന്നെ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ. മാപ്രാണം ഹോളിക്രോസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരായ പോരാട്ടത്തിനൊപ്പം വനിതകളെ കൂടുതൽ കരുത്തുറ്റതാക്കുക കൂടിയാണ് 24 കണക്റ്റിന്റെ ലക്ഷ്യമെന്ന് PP ജെയിംസ്. നിങ്ങൾ മാർഷ്യൽ ആർട്സ് പഠിക്കാന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ ഫിസിക്കലായിട്ട് മാത്രമല്ല, നിങ്ങൾ മെന്റലി സ്ട്രോങ് ആവുകയാണ്. എന്ത് സംഭവം വരുമ്പോഴും അതിനെ നേരിടാനുള്ള കരുത്ത് നേടുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം. ഈ സെൽഫ് ഡിഫൻസ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആരെയും തല്ലാനോ കൊല്ലാനോ ഇതിനു വേണ്ടിയല്ല, നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഇത് നിങ്ങളുടെ കോൺഫിഡൻസ്. ഈ ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെ കഥ നിങ്ങൾ വായിച്ചോ. സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ജീവിതത്തിൽ വിജയം വെച്ചിരിക്കുന്നത്, മഹാന്മാരായിട്ടിരുന്നതൊക്കെ. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിലെ ഡിനോ ഡേവിസ് ആയിരുന്നു പരിശീലകൻ. ഒരു കരാത്തെ അഭ്യാസി തികച്ചും മനുഷ്യ സ്നേഹിയും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്നവരുമായിരിക്കും. ഇദ്ദേഹം 2 കൈ കൊണ്ട് പിടിച്ചപ്പോ ഇദ്ദേഹം ഒരു കൈ കൊണ്ട് ഫോളോ ചെയ്യുന്നത് നേരെ ഷോൾഡറിലേക്ക് കൈ മടക്കി വരും. നമ്മുടെ 2 പേരിൽ ഉപയോഗിച്ച് 2 പേരിലേക്ക് വരുന്നത് അത് പതുക്കെ കണ്ണിലേക്ക് കൊണ്ട് നോക്കി. പരിശീലനം വേറിട്ട അനുഭവമായെന്ന് വിദ്യാർത്ഥികൾ. സിമ്പിൾ ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. ഞാൻ നോക്കുമ്പോ എല്ലാവരും ഭയങ്കര ശ്രദ്ധിച്ചിരിക്കുന്നത്, ഭയങ്കര എല്ലാവരും ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുന്നത്, എന്താ അടുത്ത് പറയുന്നത്. ഒരു ചെറിയ ലൊക്കാലിറ്റിയിൽ നമ്മുടെ സ്കൂള് തെരഞ്ഞെടുത്ത് ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യാനായിട്ട് അവസരം തന്ന 24-നും. പിന്നെ സ്വയം പ്രതിരോധ പരിശീലനത്തിൽ 100 കണക്കിന് വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. 24 തൃശൂർ. പല പ്രദേശങ്ങളിലും മഴ ശക്തമായി തുടരുകയാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് പിലാക്കാവിൽ 21 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കും. ബാണാസുരസാഗർ ഡാമിലെ ഷട്ടർ ഇന്ന് 75 സെന്റിമീറ്ററായി ഉയർത്തും. കരമാൻതോട് പനമരം പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ജില്ലയിലെ ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, മതപഠന ക്ലാസുകൾ തുടങ്ങിയവയ്ക്ക് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. സുർജിത്ത്, നിലവിൽ ജില്ലയിൽ മഴയുണ്ടോ? എന്താണ് സാഹചര്യം സുർജിത്ത്?
ഉന്മേഷ്, സ്മിത, ഗുഡ് മോർണിംഗ്. മഴ കനത്ത രീതിയിൽ തന്നെ ഇടവിട്ട് പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിൽ അത്ര വലിയ തോതിലൊരു മഴ ഉണ്ടായിരുന്നില്ല. പകൽ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് വയനാട്ടിലെ കാലാവസ്ഥ വലിയ രീതിയിൽ മാറുന്നത്. കാരണം ഈ ഇരുട്ട് നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. മഴ ഇടവിട്ട് ശക്തമായ പെയ്ത്തുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ മക്കിമലയിൽ ഉൾഭാഗത്ത് വനമേഖലയിൽ മണ്ണിടിച്ചിലുണ്ടായതായി സംശയമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മഴ പെയ്യുന്നതിനാൽ അവിടേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊന്നും എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വലിയ തോതിൽ തലപ്പുഴയിൽ വെള്ളം കയറി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വെള്ളം കയറിയതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ തലപ്പുഴ തവിഞ്ഞാൽ പഞ്ചായത്തിലെ തലപ്പുഴ മേഖലയിൽ എന്നുള്ളതാണ്. പിലാക്കാവിൽ 21 കുടുംബങ്ങളെ സെന്റ് ജോസഫ് പിലാക്കാവ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം പടിഞ്ഞാറത്തറ വില്ലേജിലും GLPOS തെങ്ങമുണ്ടയിലേക്ക് 6 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. പിലാക്കാവിൽ ആദിവാസി കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിച്ചത്. ഇവർ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ്. ചില ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാരണം ഈ ബാണാസുര സാഗർ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ തുടർന്ന് രാവിലെ 8 മണിക്കാണ് സ്പിൽബേ ഷട്ടറുകൾ 75 സെന്റിമീറ്റർ ആക്കി ഉയർത്തുന്നത്. 61 ക്യൂമക്സ് വെള്ളം ഒഴുക്കിവിടുമെന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അറിയിപ്പ്. ഇതുമായി ബന്ധപ്പെട്ട് കരവാൻതോട് പനമരം പുഴയോരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കബനി പുഴയുടെ ആ മേഖലയിൽ താമസിക്കുന്ന താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാളന്തി പുഴയും സമാനമായ രീതിയിൽ തന്നെ കര കവിഞ്ഞ് ഒഴുകുന്ന ഒരവസ്ഥ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മതപഠന സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്ക് അവധി ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉന്മേഷ, സ്മിത. ശരി, സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ഒപ്പം നമ്മുടെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, വയനാട് ജില്ലയിൽ അതെവിടെയാണെന്ന് പറയുന്നില്ല, കനത്ത കാറ്റുണ്ടായി, മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഗതാഗതം സ്തംഭിക്കാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കുക. കനത്ത മഴയിൽ കോട്ടയം കുറിച്ചിൽ വീടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ശോഭ ഷാജിയുടെ വീടാണ് തകർന്നത്. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി. ടോബി, ഏകദേശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ഈ വീടെന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി ഏകദേശം 9:30 ഈ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീട്ടിൽ 6 പേര് താമസിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവരാരും തന്നെ ആ ഒരു മുറിയുടെ ഭാഗത്തായിട്ട് ഇല്ലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുക്കളയും അതുപോലെ തന്നെ അതിനോട് ചേർന്നുള്ള ഒരു വീടിന് ഒരു മുറിയുടെ ഭാഗവുമാണ് പൂർണ്ണമായിട്ടും ഇടിഞ്ഞു വീണത്. ഏകദേശം വീടിന്റെ ഒരു 90% ഇടിഞ്ഞു എന്ന് തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. 6 പേര് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഇവരെല്ലാം അപ്പുറത്തോട്ട് മാറിയത് കൊണ്ട് തന്നെ വലിയ അപകടം ഉണ്ടായില്ല എന്ന് പറയാം. എന്തായാലും താമസയോഗ്യമല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഈ വീട് നനഞ്ഞ് കുതിർന്നത്. അതിനെ തുടർന്ന് വീട് ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. മഴയുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിന്നുള്ള ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 2 ദിവസത്തിനിടെ 19 വീടുകളാണ് എറണാകുളം ജില്ലയിൽ തകർന്നത്. കണ്ണമാലി ഇടവനക്കാട് തീരമേഖല ഇപ്പോഴും ആശങ്കയിലാണ്. കടൽ കയറ്റത്തിൽ ഇതുവരെ 2 ക്യാമ്പുകൾ എറണാകുളം ജില്ലയിൽ തുറന്നിട്ടുണ്ട് എന്ന് വിഷ്ണു സുരേഷ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്കാണ്. ജയിൽ ചാടുന്നതിൽ ഗോവിന്ദ് ചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പോലീസ്. 4 സഹതടവുകാർക്ക് ജയിൽ ചാട്ടത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിശദമായ മൊഴി രേഖപ്പെടുത്താൻ തടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, ഈ മറ്റാരുടെയും സഹായം അകത്ത് കിട്ടിയിട്ടില്ല എന്ന് ഇപ്പോൾ ഉറപ്പിക്കുകയാണോ അരുൺ? പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് ജയിലിനകത്തും പുറത്തും ഗോവിന്ദചാമിക്ക് ജയിൽ ചാട്ടത്തിനായി മറ്റ് സഹായങ്ങൾ കിട്ടിയിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് മുഴുവൻ ഈ ജയിലിനകത്തുള്ള മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. ഗോവിന്ദചാമി ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് എല്ലാം അതിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിലെവിടെയും ഇയാൾക്ക് മറ്റെന്തെങ്കിലും സഹായം ലഭിച്ചതായിട്ടുള്ള സൂചനകൾ ഇല്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മറ്റൊന്ന്, പുലർച്ചെ 1:10 ഇയാൾ സെല്ലിൽ നിന്ന് ഈ കമ്പി മുറിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിനുശേഷം 3.5 മണിക്കൂറിന് ശേഷമാണ് അയാൾ ഈ ജയിൽ ചാടുന്നത്. അപ്പോൾ അത്രയും സമയമെടുത്തത്, അങ്ങനെ താമസിച്ചത് മറ്റ് സഹായങ്ങൾ അയാൾക്ക് ലഭിക്കാത്തത് കൊണ്ടാണ്. മറ്റ് സഹായങ്ങൾ ജയിലിനകത്ത് അയാൾക്കുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ അയാൾക്ക് ജയിൽ ചാടാൻ സാധിക്കുമായിരുന്നു എന്നതാണ് പോലീസ് പറയുന്നത്. അതോടൊപ്പം ജയിലിന് പുറത്തും അയാൾക്ക് സഹായം ലഭിച്ചില്ല എന്ന് പോലീസ് പറയുന്നു.
എങ്ങോട്ട് പോകണമെന്നതിനെ കുറിച്ച് പോലും അയാൾക്ക് ധാരണയുണ്ടായിരുന്നില്ല. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ വഴി തെറ്റുകയും ചെയ്തു. അങ്ങനെ ജയിലിന് പുറത്തും സഹായം ലഭിച്ചില്ല എന്ന ഒരു പ്രാഥമികമായിട്ടുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് എന്തായാലും എത്തുന്നത്. ഈ 4 സഹതടവുകാർക്ക് ഈ ജയിൽ ചാട്ടത്തെ പറ്റി പക്ഷെ അറിയാമായിരുന്നു എന്ന കാര്യം പോലീസ് പറയുന്നുണ്ട്. അതിൽ നേരത്തെ ഈ തേനി സുരേഷ് ഉൾപ്പെടെയുള്ള സഹതടവുകാർക്കാണ് ഇതിനെപ്പറ്റി അറിയാവുന്നത്. ആ കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിശദമായ മൊഴി ഈ 4 പേരുടെ മാത്രമല്ല, ഇയാൾ അവിടെ ജയിലിൽ ഇടപഴകുന്ന മറ്റ് തടവുകാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി തടവുകാരുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ പ്രാഥമികമായി ചില ഉദ്യോഗസ്ഥരുടെ മൊഴി ജയിലെത്തി രേഖപ്പെടുത്തിയിരുന്നു. സസ്പെൻഷനിലായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴി വിശദമായി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ തീരുമാനം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്. 120-ലേറെ വർഷം പഴക്കമുള്ള ഹാർമോണിയം നിധി പോലെ സൂക്ഷിച്ച ഒരു മനുഷ്യനുണ്ട് വയനാട് പുൽപ്പള്ളി സീതാമൗണ്ടിൽ. ഈ നാടിന്റെ കൂടി ഗായകനായ പാറക്കവല എഴുത്തുപള്ളിക്കൽ ഡൊമിനിക് എന്ന 80-കാരൻ ഇപ്പോഴും ഹാർമോണിയപ്പെട്ടിയിൽ ശ്രുതി മീട്ടി പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇറ്റലിക്കാരനായ കാത്തോലിക് വൈദികനാണ് ഈ ഹാർമോണിയം കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. സുപ്രഭാതം 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 അഞ്ജനക്കല്ലുകൾ മിനുക്കിയടുക്കി അഖിലാണ്ട മണ്ഡല ശില്പി പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ മന്ദിരമേ മന്ദിരമേ. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പേരാവൂരിലേക്കും അവിടെ നിന്നും അരനൂറ്റാണ്ട് മുമ്പ് പുൽപ്പള്ളിയിലേക്കും കുടിയേറിയതാണ് ഡൊമിനിക്കിന്റെ കുടുംബം. അന്ന് പള്ളികളിലെ കൊയറുകളിൽ സ്ഥിരം ഗായകനായി. ഡൊമിനിക്കിന്റെ കയ്യിലെ ഹാർമോണിയത്തിന് വയസ്സ് 120-ലേറെയാണ്. ഇറ്റലിയിൽ നിന്ന് സേവനത്തിനായെത്തിയ കാത്തോലിക് വൈദികൻ പേരാവൂരിൽ നിന്ന് മടങ്ങുമ്പോൾ ഇവിടെ ഉപേക്ഷിച്ച ഹാർമോണിയം ഡൊമിനിക്കിലേക്ക് വന്നത് ഈ വിധം. ഈ പെട്ടി ഒരു അച്ഛൻ്റെ കയ്യിലിരുന്ന പെട്ടിയാണ്. വെള്ളക്കാർ ഇവിടെ ഉള്ള കാലത്താണ്. 65 വർഷം അന്ന് അച്ഛൻ കൊണ്ടിരുന്ന സമയത്ത് ഈ പെട്ടിക്ക് പഴക്കമുണ്ടെന്ന് പറഞ്ഞത്. അച്ഛനെ ഇവിടുന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം ഇറ്റലിയിലേക്ക് തന്നെ തിരിച്ചു പോയി. പെട്ടി കൊണ്ടുപോയില്ല. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഇത് എടുത്തോളാൻ പറഞ്ഞു. മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. പാടിച്ചിറ, കബനിഗിരി, ശശിമല പള്ളികളിലെ കൊയറുകളിൽ ഈ ഹാർമോണിയത്തിനൊപ്പം ഭക്തിഗാനങ്ങൾ പാടി ഡൊമിനിക്. പിന്നീട് സീതാമൗണ്ടിൽ പള്ളിയുണ്ടായപ്പോൾ അവിടെയും ജീവിതം നല്ല കഷ്ടപ്പാടിലായിരുന്നു. എന്നാലും പാടും. പിന്നെ പള്ളിയിലെ പാട്ടുകളുമായിട്ട് അങ്ങനെ കൂടി കുറേ കാലം കപ്പ്യാരുടെ പണിയെടുത്തു. പിന്നെ പാട്ടും കപ്പ്യാരുടെ പണിയും കൂടിയായി. നാടകത്തിലും കഥാപ്രസംഗത്തിലും നിറഞ്ഞ ചരിത്രമുണ്ട് ഡൊമിനിക്കിനും ഭാര്യയ്ക്കും. പാട്ടുവഴിയിലേക്ക് എത്തിയത് മാതാപിതാക്കൾ നഷ്ടമായതിനെ തുടർന്നുള്ള നൊമ്പരത്തിൽ. ഇപ്പം എൻ്റെ മകൻ്റെ പെണ്ണ് മോള് ഇവിടെ പാടുന്നുണ്ട്. അപ്പോൾ ആ പാട്ടും കേട്ട് നമ്മളങ്ങനെ പള്ളിയിൽ പോകും എല്ലാ ദിവസവും ഞായറാഴ്ച. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം പാട്ടും കവിതയുമായി ഡൊമിനിക് നിറഞ്ഞു നിൽക്കുമ്പോൾ ചരിത്ര വഴിയിലൂടെ സഞ്ചരിച്ച ഹാർമോണിയവും ഇപ്പോഴും തുടരുന്നുണ്ട്, ശ്രുതി ഇടറാതെ. നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പടിപ്പെട്ടു പാടിടുമ്പോ. സജിൽ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. കായിക വാർത്തയിലേക്കാണ്. ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫൈനൽ. വനിതാ ചെസ് ലോകകപ്പ് ഫൈനലിലെ കൊനേരു ഹംപി ദിവ്യ ദേശ്മുഖ് രണ്ടാം ഗെയിം ഇന്ന് നടക്കും. ഇന്നലെ നടന്ന ആദ്യ ഗെയിം സമനിലയിൽ പിരിഞ്ഞതോടെ ഈ ഗെയിമിൽ ജയിക്കുന്നവർക്ക് കിരീടം സ്വന്തമാക്കും. ഈ ഗെയിമും സമനിലയിലാണെങ്കിൽ നാളത്തെ ടൈ ബ്രേക്കറിലൂടെ ജേതാവിനെ നിശ്ചയിക്കും. ഇന്ത്യൻ താരങ്ങൾ മുഖാമുഖം എത്തിയ ഫൈനലിൽ ജയിച്ച് ആരാകും കിരീടം രാജ്യത്തേക്ക് കൊണ്ടുവരിക എന്ന ആകാംക്ഷയിലാണ് ആരാധകർ. ചെസ് ലോകകപ്പ് ജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരി എന്ന ചരിത്ര നേട്ടം കൂടിയാണ് ജേതാവിനെ കാത്തിരിക്കുന്നത്.
മാഞ്ചസ്റ്റർ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ഇന്ത്യ പൊരുതുന്നു. 4ാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ 2ാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റിന് 174 റൺസ് എന്ന നിലയിലാണ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ ടീമിന് 137 റൺസ് കൂടി വേണം. 311 റൺസ് ലീഡ് വഴങ്ങിയ ഇന്ത്യയുടെ തുടക്കം മോശമായിരുന്നു. സ്കോർ ബോർഡിൽ റൺസ് എത്തും മുൻപേ യശസ്വി ജയ്സ്വാളിനെയും സായ് സുദർശനെയും നഷ്ടമായി. 3ാം വിക്കറ്റിലെ KL രാഹുലിന്റെയും നായകൻ ശുഭ്മാൻ ഗില്ലിന്റെയും പോരാട്ടമാണ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നത്. 174 റൺസിന്റെ കൂട്ടുകെട്ടാണ് 3ാം വിക്കറ്റിൽ ഈ ജോഡി ഇതുവരെ ചേർത്തത്. KL രാഹുൽ 87 റൺസും ഗിൽ 78 റൺസും ഇതുവരെ നേടി. പരമ്പര നഷ്ടമാകാതിരിക്കാൻ ഇന്ത്യക്ക് സമനിലയെങ്കിലും അനിവാര്യമാണ്. ടെസ്റ്റിലെ റൺവേട്ടക്കാരിൽ 2ാം സ്ഥാനത്തെത്തി ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട്. റൺവേട്ടയിൽ ഇനി റൂട്ടിന് മുന്നിലുള്ളത് സച്ചിൻ ടെണ്ടുൽക്കർ മാത്രം. സച്ചിന്റെ സെഞ്ചുറിയുടെ റെക്കോർഡിനും റൂട്ട് ഭീഷണി ഉയർത്തുന്നുണ്ട്. അനിൽ വാസ്തവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. വിരാട് കോഹ്ലി, സ്റ്റീവ് സ്മിത്ത്, കെയ്ൻ വില്യംസൺ, ജോ റൂട്ട്, ഫാബുലസ് ഫോർ. വർത്തമാന ക്രിക്കറ്റിലെ ബാറ്റിംഗ് വിസ്മയങ്ങൾക്ക് പണ്ഡിറ്റ്സും ആരാധകരുമെല്ലാം നൽകിയ വിശേഷണം. ഏറ്റവും മികച്ച 4 പേരെന്ന് പറയുമെങ്കിലും ജോ റൂട്ടിന് എപ്പോഴും ലിസ്റ്റിൽ അവസാന സ്ഥാനമായിരിക്കും. വിരാട് കോഹ്ലി ഏകദിനത്തിലെ പോലെ ടെസ്റ്റിലും സച്ചിന്റെ സെഞ്ചുറി റെക്കോർഡ് മറികടക്കുകയും റൺവേട്ടക്കാരിൽ 1ാം സ്ഥാനത്തെത്തുമെന്നും കരുതിയവരാണ് ഏറെയും. എന്നാൽ കോഹ്ലിക്ക് കാലിടുകയും ജോ റൂട്ട് ക്ലിയറാക്കി മുന്നേറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം കാണുന്നത്. മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ക്രീസിലെത്തുമ്പോൾ ജോ റൂട്ട് എന്ന ജോസഫ് എഡ്വാർഡ് റൂട്ടിന്റെ പേരിലുണ്ടായിരുന്നത് 13,529 റൺസ്. എന്നാൽ ഒറ്റ ഇന്നിംഗ്സിലൂടെ 3 ഇതിഹാസങ്ങളെ പിന്നിലാക്കി ടെസ്റ്റിലെ റൺവേട്ടക്കാരിൽ 2ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ആദ്യം രാഹുൽ ദ്രാവിഡിനെ 1 റൺസ് കൂടി നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ജാക്ക് കാലിസിനെ. വൈകാതെ ഓസ്ട്രേലിയൻ മുൻ നായകൻ റിക്കി പോണ്ടിങ്ങും റൂട്ടിന് വഴിമാറി. 157 ടെസ്റ്റുകളിൽ 286 ഇന്നിംഗ്സുകളിലായി 13,409 റൺസാണ് ഇപ്പോൾ റൂട്ടിന്റെ പേരിലുള്ളത്. ഇനി മുന്നിലുള്ളത് ഒരേ ഒരാൾ, 15,921 റൺസുള്ള സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ. സച്ചിൻ എന്ന മഹാമേരുവിനെ കീഴടക്കാൻ റൂട്ടിന് വേണ്ടത് 2,513 റൺസ് മാത്രം. 35-കാരനായ റൂട്ടിന് ചുരുങ്ങിയത് 3-4 കൊല്ലമെങ്കിലും കളത്തിൽ തുടരാനാകുമെന്നാണ് പ്രതീക്ഷ. സമീപകാലത്തെ മിന്നം ഫോം തുടരുകയാണെങ്കിൽ റൂട്ടിന് അതിന് നിഷ്പ്രയാസം സാധിക്കും. കഴിഞ്ഞ 4-ൽ 3 വർഷവും 1000-ലധികം റൺസ് പിറന്നിട്ടുണ്ട് റൂട്ടിന്റെ ബാറ്റിൽ നിന്ന്. ഈ വർഷം 8 ഇന്നിംഗ്സുകളിൽ നിന്നായി ഇതുവരെ 437 റൺസ് നേടി. ഇന്ത്യക്കെതിരായ ഒരു ടെസ്റ്റ് ഉൾപ്പെടെ 6 മത്സരങ്ങൾ ഈ വർഷം ബാക്കിയുണ്ട്. 14,000 റൺസ് നേടുന്ന 2ാമത്തെ മാത്രം താരമെന്ന റെക്കോർഡ് ഈ വർഷം തന്നെ റൂട്ട് നേടിയാലും അത്ഭുതപ്പെടാനില്ല. വിരാട് കോഹ്ലി ടെസ്റ്റ് മതിയാക്കിയതോടെ സെഞ്ചുറി വേട്ടയിലും സച്ചിനെ മറികടക്കാൻ മുന്നിലുള്ളത് റൂട്ടാണ്. രസകരമായ ഒരു കണക്കിലേക്കാണ്. 2020-ൽ ഫാബുലസ് ഫോറിന്റെ സെഞ്ചുറികളുടെ എണ്ണം ഇങ്ങനെയായിരുന്നു: വിരാട് കോഹ്ലി 27, സ്റ്റീവ് സ്മിത്ത് 26, കെയ്ൻ വില്യംസൺ 21, ജോ റൂട്ട് 17. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞെട്ടിക്കുന്ന കുതിപ്പോടെ റൂട്ട് മുന്നിലെത്തിയിരിക്കുന്നു. 21 സെഞ്ചുറികൾ അധികം നേടി റൂട്ടിന്റെ പേരുള്ളത് 38 സെഞ്ചുറികൾ. സ്മിത്തിന് 36-ഉം കെയ്ൻ വില്യംസന് 33 സെഞ്ചുറികൾ. വെറും 3 സെഞ്ചുറി മാത്രം അധികം നേടി കോഹ്ലി 30-ൽ പോരാട്ടം അവസാനിപ്പിച്ചു. 51 സെഞ്ചുറികളുമായി ബഹുദൂരം മുന്നിലാണ് സച്ചിൻ. 45 സെഞ്ചുറിയുമായി കാലിസ് 2ാമതും 41 സെഞ്ചുറിയുമായി റിക്കി പോണ്ടിങ് 3ാം സ്ഥാനത്തുമാണുള്ളത്. 38 സെഞ്ചുറികളോടെ കുമാർ സംഗക്കാരയുമായി 4ാം സ്ഥാനം പങ്കിടുകയാണ് നിലവിൽ റൂട്ട്. നേരത്തെ പറഞ്ഞതുപോലെ നിലവിലെ തകർപ്പൻ ഫോം തുടരുകയാണെങ്കിൽ സെഞ്ചുറി വേട്ടയിലും സച്ചിനെ വെല്ലാൻ റൂട്ടിനാകും. ഇനി നോക്കാം അന്തർദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. നിയമലംഘനം നടത്തിയ മക്കയിലെ 25 ടൂറിസ്റ്റ് ഹോട്ടലുകൾ അടച്ചുപൂട്ടി. ഈ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനങ്ങൾ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയത്. മക്കയിലെ സന്ദർശകർക്കും തീർത്ഥാടകർക്കും നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമാണ് നടപടി. പോലീസ് CID ആൾമാറാട്ടം നടത്തി തട്ടിപ്പ് നടത്തിയ കേസിൽ ശിക്ഷ വിധിച്ച് അജ്മാൻ ഫെഡറൽ പ്രൈമറി കോടതി. 3 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് ശേഷം 7 പ്രതികളെ നാടുകടത്താനും മോഷ്ടിച്ച പണം തിരികെ നൽകാനും കോടതിയുടെ ഉത്തരവ്. സിഡ്നിയിലെ ആഡംബര ഹോട്ടലിൽ സഹപ്രവർത്തകയുടെ കുത്തേറ്റ് 2 ജീവനക്കാർക്ക് പരുക്കേറ്റു. ഇന്റർ കോണ്ടിനെന്റൽ സിഡ്നി ഹോട്ടലിലാണ് സംഭവം. അക്രമത്തിന് പിന്നിലെ കാരണം കണ്ടെത്താനായിട്ടില്ലെന്ന് സിഡ്നി സിറ്റി പോലീസ് ഏരിയ കമാൻഡ് ചീഫ് ഇൻസ്പെക്ടർ അറിയിച്ചു.
സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഹോട്ടൽ അധികൃതർ തയ്യാറായില്ല. ഡ്രൈവറില്ലാ കാറുകളുടെ പരീക്ഷണ ഓട്ടത്തിന് തുടക്കമിട്ട് സൗദി അറേബ്യ. കിങ് ഖാലിദ് വിമാനത്താവളം ഉൾപ്പെടെ രാജ്യത്തെ 7 പ്രധാന മേഖലകളിലാണ് പരീക്ഷണം. 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഓട്ടോണമസ് കാറുകളാണ് ആദ്യഘട്ടത്തിൽ നിരത്തിൽ ഇറക്കിയത്. വേനൽ ചൂട് കനത്തതോടെ ഉച്ചവിശ്രമ നിയമം കൃത്യമായി പാലിക്കണമെന്ന് സൗദി തൊഴിൽ മേഖലാ ആരോഗ്യ സമിതി ആവശ്യപ്പെട്ടു. സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഇടങ്ങളിൽ ഉൾപ്പെടെയുള്ള തുറസായ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ ഉച്ച കഴിഞ്ഞ് 3 വരെയുള്ള സമയം തൊഴിലാളികളെ കൊണ്ട് ജോലി എടുപ്പിക്കരുതെന്ന നിർദ്ദേശമാണ് കർശനമാക്കിയത്. ഉച്ചവിശ്രമത്തിന് തൊഴിലാളികൾക്ക് സുരക്ഷിതമായി വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കമ്പനികളും സ്ഥാപനങ്ങളും ഏർപ്പെടുത്തണം. കോഴിക്കോട് മാറാട് യുവതി ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തും. നടുവട്ടം സ്വദേശി ഷിംനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാത്രി ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഷിംന ഭർത്താവിന്റെ കൊടിയ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ഉണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. നിഖിൽ, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നുണ്ട് ഈ സംഭവത്തിൽ? നിഖിൽ, ഉന്മേഷ്, വീണ്ടും ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾക്ക് എതിരെയുള്ള നടപടികൾ പാഠമാകുന്നില്ല എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ. നടുവട്ടം സ്വദേശി ഷിംന മിനിഞ്ഞാന്ന് രാത്രിയാണ് ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. അവർ ഭർത്താവുമായി ചില തർക്കത്തിലേർപ്പെടും. ഭർത്താവ് മദ്യപിച്ചെത്തി തന്നെ മർദ്ദിക്കുന്നു എന്നൊക്കെ നിരന്തരം ഷിംന തൻ്റെ വീട്ടിലെത്തി പരാതിപ്പെടുമായിരുന്നു. ഇരുവരും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു. അതായത് വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇരുവരും വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ ഷിംന പലപ്പോഴും ഭയന്നിരുന്നു, മടിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്നിരിക്കെ പോലും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ തുടർക്കഥയാകുന്ന സാഹചര്യമായപ്പോൾ ബന്ധുക്കൾ തന്നെ പറഞ്ഞിരുന്നതാണ് നമുക്ക് ഈ ബന്ധം വേർപ്പെടുത്താമെന്ന്. പക്ഷെ അപ്പോഴും ഈ ബന്ധം വേർപ്പെടുത്തരുത് എന്നുള്ള നിർബന്ധം ഷിംനയ്ക്കായിരുന്നു. അത്രയധികം ഭർത്താവിനെ ഷിംന സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ബന്ധത്തിൽ തുടർന്നു പോരുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയും വീട്ടിലെത്തി കൊടിയ മർദ്ദനം ഷിംനയ്ക്ക് നേരെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അവർ റൂമിൽ കയറി വാതിലടക്കുകയും തുടർന്ന് ഫാനിൽ തൂങ്ങുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു പിന്നാലെയാണ് ഷിംനയുടെ കുടുംബം ഇപ്പോൾ മാറാട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ പേരുടെ, അതായത് ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഷിംനയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത്. തുടർന്ന് ഗോദീശ്വരത്തെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ഇതിനുശേഷം പോലീസ് ഇന്നിപ്പോൾ മറ്റ് കൂടുതൽ ആളുകളുടെ മൊഴികളടക്കം രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനോടകം തന്നെ ബന്ധുക്കളുടെ പരാതിയിൽ മാറാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സ്മിത, ഉന്മേഷ്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ, ഈ സ്ഥിരമായി മദ്യപിച്ചെത്തി മർദ്ദിക്കുമായിരുന്നു എന്നുള്ളൊരു പരാതി, അത് പരാതിയുടെ രൂപത്തിൽ അങ്ങനെ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ മുൻപ്? തീർച്ചയായും കുടുംബം പറയുന്നത് 2 കാര്യങ്ങളാണ്. ഇയാൾക്ക് വലിയ രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നു. അതായത് ഈ ജോലി സ്ഥലത്ത് വെച്ചുള്ള സൗഹൃദങ്ങളെ കുറിച്ചുമൊക്കെ വലിയ സംശയം ഈ ഭർത്താവിന് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്തിനാണ് ജോലിക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്താറുണ്ട്. അല്ലെങ്കിൽ ഇവരൊരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വന്നടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോകാറില്ല, ഇവർ ജോലിക്ക് പോകാൻ ഇവരെ അനുവദിക്കുകയുമില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ ഒരു തവണ ഷിംന ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരു തവണ 3 തവണ ഇവർ പിണങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ തന്നെ ഇനി മടങ്ങിപ്പോകുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഷിംനയും ബന്ധുക്കളും എടുത്തിരുന്നത്. അപ്പോഴൊക്കെ ഈ ഭർത്താവ് അവരുടെ ബന്ധുക്കളെയും കൊണ്ടുവന്നത് ഒരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഇനി ഇത്തരത്തിലുള്ള സാഹചര്യമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട്, ഇത്തരത്തിലുള്ള പെരുമാറ്റം തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തിരികെ പോവുകയാണ് ഉണ്ടാകാറ്. പക്ഷേ വീണ്ടും ഇത് ആവർത്തിക്കുന്നു. മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളായി മാറുന്നു, വലിയ രീതിയിലുള്ള മർദ്ദനം ഉണ്ടാകുന്നു. അപ്പോഴൊക്കെ ഷിംന ക്ഷമിച്ചു കാത്തിരുന്നത്. ഒരു 8 വയസ്സുള്ള കുഞ്ഞുണ്ട് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഭാവിയെ കരുതിയാണ് ഷിംന അതെല്ലാം സഹിച്ച് ആ വീട്ടിൽ തുടർന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം. പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇത്തരത്തിലുള്ളൊരു ആത്മഹത്യയിലേക്ക് അവർ കടക്കുകയായിരുന്നു. എന്തായാലും ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഗാർഹിക പീഡനത്തിന്റെ വാർത്തകൾ നിരന്തരം വരുമ്പോൾ അതിൽ വലിയ നോവും ആശങ്കയും വേദനയും ഒക്കെയാണ് ആ നാടടക്കം പങ്കുവെച്ചത്. ഇന്നലെ അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴൊക്കെ നമുക്കത് കാണാമായിരുന്നു. അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ആ കുട്ടിക്ക് ഒന്നുകിൽ ആ വീട്ടിൽ നിന്ന് തിരികെ സ്വന്തം വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു. ജോലിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നൊരു നിമിഷം ഉണ്ടായ വേദനയിലായിരിക്കണം അവർ ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും മാറാട് പോലീസിന്റെ അന്വേഷണം ഇന്ന് സജീവമായി ഈ വിഷയത്തിൽ ഉണ്ടാകും. സ്മിത, നിഖിൽ പ്രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.
ഗസയിൽ മാനുഷിക ഇടനാഴി തുറക്കുമെന്ന് ഇസ്രായേൽ. കൂടുതൽ സഹായം എത്തിക്കാൻ UN പ്രതിനിധികളെ അനുവദിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഗസയിലെ പട്ടിണി മരണങ്ങളിൽ വിമർശനം കടുത്തതോടെയാണ് തീരുമാനം. ഗസയിലെ കടൽവെള്ള ശുചീകരണ പ്ലാന്റിലേക്ക് വൈദ്യുതി എത്തിക്കാനും തീരുമാനമായി. പട്ടിണിയെ തുടർന്ന് 85 കുട്ടികൾ ഉൾപ്പെടെ 127 പേർ മരിച്ചു എന്നാണ് ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത്. അതിനിടെ ഗസയിലേക്ക് സഹായവുമായി എത്തിയ ഹണ്ടല എന്ന കപ്പൽ ഇസ്രയേൽ ആക്രമിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. കപ്പലിൽ ഉണ്ടായിരുന്ന 21 പേരെക്കുറിച്ച് നിലവിൽ വിവരങ്ങളില്ല. ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട്. താമരശ്ശേരിയിൽ കനത്ത മഴ. കോഴിക്കോട് താമരശ്ശേരി മേഖലയിലാണ് കനത്ത മഴ. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട് എന്നടക്കമുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. മഴ അറിയിപ്പുകളുമായി ബന്ധപ്പെട്ട് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്.